അടുത്ത ക്വസ്റ്റ്യൻ. യൂസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് 1 into 2 into 3 plus 2 into 3 into 4 plus etc. plus n into n plus 1 into n plus 2 equal to n into n plus 1 into n plus 2 into n plus 3 by 4 for all n belongs to n. ഇവിടെ ഈ ഡോട്ട് സൂചിപ്പിക്കുന്ന ഇൻറ്റുവിനെയാണെന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് ഈ ഇക്വേഷനാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് പി ഓഫ് എൻ എടുക്കാം. ലെറ്റ് പി ഓഫ് എൻ 1 into 2 into 3 plus 2 into 3 into 4 plus etc. plus n into n plus 1 into n plus 2 equal to n into n plus 1 into n plus 2 into n plus 3 by 4. ഇതാണ് പി ഓഫ് എൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം n ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ ഇക്വേഷൻ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. For n is equal to 1, P of 1, P of 1ൻ്റെ ഫസ്റ്റ് LHSൽ ഫസ്റ്റ് ഒരു ടൈമേ ഉണ്ടാവുള്ളൂ. അത് 1 into 2 into 3 ആണ്. LHS ഈക്വൽ ടു 1 into 2 into 3, ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരും? 6 കിട്ടും. ഇനി RHS നോക്കുക. RHSൽ എന്നിന് പകരം 1 കൊടുക്കുക. ദാറ്റ് ഈസ് 1 into 1 plus 1 into 1 plus 2 into 1 plus 3 by 4. That's equal to 1 into 2 into 3 into 4 by 4. 4 ഉം ക്യാൻസൽ ആവും. 1 2 into 3 6. അപ്പോൾ LHS RHS ഈക്വൽ ആണ്. LHS ഈക്വൽ ടു RHS. Therefore P of 1 is true. ഇനി നമുക്ക് ചെയ്യേണ്ടത് P of K ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. അസ്യൂം ദാറ്റ് P of n is true for n equal to k. That is, assume that P of k എന്താണ്? P of k നമുക്ക് എങ്ങനെ വരും? 1 into 2 into 3 plus 2 into 3 into 4 plus etc. plus ഇപ്പോൾ പി ഓഫ് എൻ നോക്കുക. പി ഓഫ് എന്നിൽ n into n plus 1 into n plus 2 വരും. അപ്പോൾ പി ഓഫ് കെയിൽ k into k plus 1 into k plus 2 ആയിരിക്കും. ദാറ്റ്സ് ടൈം k into k plus 1 into k plus 2 ഈക്വൽ ടു RHSൽ n വരുന്നിടത്തെല്ലാം k കൊടുക്കുക. k into k plus 1 into k plus 2 into k plus 3 by 4 is true. അപ്പോൾ ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എങ്ങനെ വരുമെന്ന് നോക്കുക. 1 into 2 into 3 plus 2 into 3 into 4 plus etc. plus പി ഓഫ് കെയുടെ കൂടെ വരുന്നതിൽ ഒരു ടേം കൂടുതൽ വരും. അപ്പോൾ പി ഓഫ് കെയുടെ ടേം എന്താണ്? കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 2 ഈക്വൽ ടു RHSൽ എന്നിന് പകരം കെ പ്ലസ് 1 ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. k plus 1 into k plus 1 plus 1 into k plus 1 plus 2 into k plus 1 plus 3 by 4 is true. അപ്പോൾ ഇത് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് we have to prove that. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ട് നമുക്ക് പ്രൂഫ് കൊടുക്കണം. പി ഓഫ് കെ പ്ലസ് 1 such that 1 into 2 into 3 plus 2 into 3 into 4 plus etc. plus k into k plus 1 into k plus 2 plus ഇവിടെ നോക്കുക കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 കെ പ്ലസ് 2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കെ പ്ലസ് 1 പ്ലസ് 2 എന്നുള്ളത് കെ പ്ലസ് 3 എന്ന് എഴുതാം. കെ പ്ലസ് 1 ഇൻറ്റു
k plus 1 plus 1 k plus 2 ഇൻറ്റു അടുത്തത് k plus 3 ഈക്വൽ ടു ഇവിടെയോ RHS k plus 1 ഇൻറ്റു k plus 1 plus 1 k plus 2 ഇൻറ്റു k plus 1 plus 2 എന്നുള്ളത് k plus 3 ഇൻറ്റു അടുത്തത് k plus 4 by 4 ഈസ് ട്രൂ. അപ്പോൾ ഇത് ട്രൂ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ LHS നമുക്ക് എടുത്തു നോക്കാം. LHS ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 4 പ്ലസ് എക്സെട്ര പ്ലസ് k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 പ്ലസ് k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 3. നോക്കുക, ഇതിനകത്ത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് പി ഓഫ് കെയിൽ ഉൾപ്പെട്ടതാണ്. പി ഓഫ് കെ ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പി ഓഫ് കെയുടെ RHS നമുക്ക് ഈ ഭാഗത്തിന് പകരമായിട്ട് കൊടുക്കാം. അതായത് k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 3 ബൈ 4. ഈ ഭാഗത്തിൻ്റെ സം ഇതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇത് ട്രൂ ആണ്. ഈ ഭാഗത്തിൻ്റെ സം ഇതാണ്. അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ സം കൊടുക്കുന്നു. പ്ലസ് റൈറ്റ് സൈഡിൽ k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 3. ഇത് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. ദാറ്റ് ഈസ് k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 3 ബൈ 4 പ്ലസ് 4 ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 3 ബൈ 4. ഡിനോമിനേറ്റർ രണ്ടിടത്ത് സെയിം ആണ്. അപ്പോൾ കോമൺ ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ k പ്ലസ് 1 k പ്ലസ് 2 k പ്ലസ് 3 ഇത് രണ്ടിടത്തും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും കോമൺ ആയിട്ട് എടുക്കാം. k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 3 ബൈ 4 ഇൻറ്റു ഇത്രയും ഭാഗം കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ മിച്ചമുള്ളത് k മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് k പ്ലസ് ഇവിടെയോ ഇവിടെ 4 ഉള്ളൂ. k പ്ലസ് 4 ദാറ്റ്സ് ഈക്വൽ ടു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 3 ഇൻറ്റു k പ്ലസ് 4 ബൈ 4. അപ്പോൾ ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട അതിൻ്റെ RHS. നമുക്ക് കിട്ടേണ്ട RHS ഇപ്പോൾ നമുക്ക് കിട്ടേണ്ട k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 3 ഇൻറ്റു k പ്ലസ് 4 ബൈ 4 എന്ന് കിട്ടി. ഈക്വൽ ടു RHS. Therefore, P of k plus 1 is true. അപ്പോൾ നമ്മൾ P of 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. P of k ട്രൂ ആണെങ്കിൽ P of k plus 1 ട്രൂ ആണെന്നും പ്രൂവ് ചെയ്തു. Therefore, by mathematical induction, by principle of mathematical induction, P of n is true for all n belongs to n. Okay. അടുത്ത ക്വസ്റ്റ്യൻ. Using the principle of mathematical induction, prove that 1 into 3 plus 2 into 3 square plus 3 into 3 cube plus etc. plus n into 3 raised to n equal to 2n minus 1 into 3 raised to n plus 1 plus 3 by 4 for all n belongs to n. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ പി ഓഫ് എൻ എടുക്കും. ലെറ്റ് പി ഓഫ് എൻ 1 into 3 plus 2 into 3 square plus 3 into 3 cube plus etc. plus n into 3 raised to n equal to 2n minus 1 into 3 raised to n plus 1 plus 3 by 4. നമുക്ക് n 1 ആകുമ്പോൾ പി ഓഫ് എൻ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഫോർ n is equal to 1, പി ഓഫ് 1. പി ഓഫ് 1ൻ്റെ LHS എന്താവും? ഇതിലെ ഫസ്റ്റ് ടൈം മാത്രം എടുത്താൽ മതി. LHS ഈക്വൽ ടു 1 into 3 ഈക്വൽ ടു 3. RHS ഈക്വൽ ടു RHS കിട്ടാനായിട്ട് ഈ ഇക്വേഷനിൽ എന്നിന് പകരം 1 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 2 into 1 minus 1, എന്നിന് പകരം 1 കൊടുക്കുമ്പോൾ 2 into 1 minus 1 into 3 raised to 1 plus 1
plus 3 by 4. That's equal to 2 into 1 എത്ര 2. 2 minus 1. 2 minus 1 into 3 square. 3 raised to 1 plus 1 3 square plus 3 by 4 equal to 2 minus 1 എത്രയാണ് 1. 1 into 3 square 9. 3 square 9 ആയതുകൊണ്ട് 9 plus 3 by 4 that's equal to 12 by 4. 12 by 4 എത്രയാണ് 3 ആണ്. നമുക്ക് LHS RHS സെയിം ആണ്. LHS equal to RHS. അപ്പോൾ P of 1 ട്രൂ ആണ്. or P of n is true for n is equal to 1. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നു n is equal to k ആവുമ്പോൾ P of n ട്രൂ ആണെന്ന്. assume that P of n is true for n is equal to k, where k belongs to n. K is a natural number. That is, assume that n is equal to k ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന P of k ആണ്. P of k ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. assume that P of k എന്താണ്? P of k എങ്ങനെ എഴുതാം? P of n 1 into 3 plus 2 into 3 square plus etc plus n into 3 raised to n ആണ്. അപ്പോൾ നമുക്ക് P of k എഴുതാനായിട്ട് 1 into 3 plus 2 into 3 square plus etc plus k into 3 raised to k ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്നിന് പകരം n വരുന്ന സ്ഥാനത്തെല്ലാം k കൊടുക്കുക. അപ്പോൾ 2k മൈനസ് 1 ഇൻറ്റു 3 റൈസ് ടു k പ്ലസ് 1 3 റൈസ് ടു n പ്ലസ് 1 എന്നുള്ളത് 3 റൈസ് ടു k പ്ലസ് 1 പ്ലസ് 3 ബൈ 4 ഈസ് ട്രൂ. അപ്പോൾ ഇത് ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? P of k പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of k plus 1. P of k plus 1 എന്ത് വരും? 1 into 3 plus 2 into 3 square plus etc plus നമ്മളിത് എഴുതുമ്പോൾ എല്ലായ്പ്പോഴും P of kയുടെ LHS എഴുതി അത് k into 3 raised to k എന്നുള്ള ടൈം എഴുതിയതിന് ശേഷം അടുത്ത ടൈം എഴുതുക. k into 3 raised to k പ്ലസ് ഒരു ടൈം കൂടെ വരും k plus 1 ആകുമ്പോൾ k plus 1 into 3 raised to k plus 1 ഈക്വൽ ടു RHSൽ ഡയറക്റ്റായിട്ട് ഈ n പകരം k plus 1 കൊടുത്താൽ മതി. അപ്പോൾ 2 into k plus 1 minus 1 into 3 raised to n-ൻ്റെ സ്ഥാനത്ത് k plus ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് k plus 1 വരും. അപ്പോൾ k plus 1 plus 1 വരും. k plus 1 plus 1 then plus 3 by 4 is true. അപ്പോൾ ഇത് ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് we have to prove that നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? 1 into 3 plus 2 into 3 square plus etc plus k into 3 raised to k plus k plus 1 into 3 raised to k plus 1 equal to ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 2k plus 2 minus 1 വരും. 2k plus 2 minus 1 2k 2 into k 2k plus 2 minus 1 that is 2k plus 1 വരും. 2k plus 2 minus 1 into 3 raised to k plus 1 എത്രയാണ്? k plus 2 വരും. k plus 2 plus 3 by 4. അപ്പോൾ ഇതിനോട് ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. that is 1 into 3 plus 2 into 3 square plus etc plus k into 3 raised to k plus k plus 1 into 3 raised to k plus 1 equal to ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അതിന് വേണ്ടിയാണ് ഈ സ്റ്റെപ്പ് എഴുതുക. 2 minus 1 എത്രയാണ്? 1 ആണ്. അപ്പോൾ 2k plus 1 2k plus 1 into 3 raised to k plus 2 plus 3 by 4. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് LHS എടുക്കാം. LHS equal to 1 into 3 plus 2 into 3 square plus etc plus k into 3 raised to k plus k plus 1 into 3 raised to k plus 1 is equal to നമുക്ക് ഇത്രയും ഭാഗം
പി ഓഫ് കെയുടെ LHS ആണ്. അപ്പോൾ പി ഓഫ് കെ ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമ്മിന് പകരം നമുക്ക് ഇതിൻ്റെ RHS ആയി 2k ഈ എക്സ്പ്രഷൻ കൊടുക്കാം. അതായത് ഇത്രയും ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 2k - 1 × 3k+1 + 3/4 ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വാല്യൂ കൊടുക്കാം. ദാറ്റ് ഈസ് 2k - 1 × 3k+1 + 3/4 ആ വാല്യൂ കൊടുത്തു, പ്ലസ് k+1 × 3k+1. ഇനി ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ 4 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും വേണം. ദാറ്റ്സ് ഈക്വൽ ടു 2k - 1 × 3k+1 + 3/4 പ്ലസ് 4 × k+1 × 3k+1/4. കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് 4 എടുക്കാം. ദെൻ അത് നമുക്ക് 3k+1 വരുന്ന ടേംസ്, രണ്ട് ടേംസ് ഉണ്ട്. 2k - 1 × 3k+1 ഇവിടെ 4 × k+1 × 3k+1. ഇത് രണ്ടും നമുക്ക് അടുപ്പിച്ച് എഴുതാം. 2k - 1 × 3k+1 പ്ലസ് 4 × k+1 × 3k+1 പ്ലസ് ഒരു 3യും കൂടെ ഉണ്ട്, പ്ലസ് 3/4. ഇനി ഈ രണ്ട് ടേമിലും 3k+1 കോമൺ ആണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 3k+1 × ഇവിടെ 2k - 1 പ്ലസ് ഇവിടെ 4 × k+1 ആണ് ഇവിടെ ഈ ടേമിൽ വരുന്നത്. 4 × k+1 ദെൻ പ്ലസ് 3/4. ദിസ് ഈക്വൽ ടു നമുക്ക് 3k+1 ഇൻറ്റു നമുക്ക് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നതിന് സിംപ്ലിഫൈ ചെയ്യാം. 2k - 1 പ്ലസ് 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4k + 4 വരും. 4k + 4 ദെൻ ബ്രാക്കറ്റിന് പുറത്തുള്ള പ്ലസ് 3/4. ദാറ്റ്സ് ഈക്വൽ ടു 3k+1 ഇൻറ്റു നോക്കുക 2k + 4k എത്ര വരും? 6k വരും. 6k ദെൻ ഇവിടെ ഒരു -1ഉം ഇവിടെ +4ഉം ഉണ്ട്. ദാറ്റ് ഈസ് 4 - 1 3 പ്ലസ് 3/4. ദെൻ ഇതിനകത്ത് ഈ ബ്രാക്കറ്റിനകത്ത് 3 കോമൺ ആണ്. അപ്പോൾ നമുക്ക് ആ 3യെ പുറത്തോട്ട് എഴുതാം. ദാറ്റ് ഈസ് 3k+1 ഇൻറ്റു 3 × 3 പുറത്ത് കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്താൽ ഇവിടെ 2kയും ഇവിടെ 1ഉം വരും. 2k + 1 പ്ലസ് 3/4. ദാറ്റ്സ് ഈക്വൽ ടു നോക്കുക 3 ഇവിടെ k+1 ടൈംസ് 3 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ k+2 ടൈംസ് ആവും. ദാറ്റ് ഈസ് 3k+2 ഇൻറ്റു 2k + 1 പ്ലസ് 3/4. നോക്കുക ഇതല്ലായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. 2k + 1 × 3k+2 പ്ലസ് 3/4. ഈ 2k + 1 × 3k+2 തന്നെയാണ് 3k + 2 × 2k + 1 പ്ലസ് 3/4. ഇതെന്തിനോട് തന്നെ ഈക്വലാണ്? RHSനോട് ഈക്വലാണ്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത P of k+1 ഈസ് ട്രൂ എന്ന് നമുക്ക് കിട്ടി. Therefore P of k+1 ഈസ് ട്രൂ. ദെൻ P of 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് P of k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, therefore by principle of mathematical induction, P of n is true for all n belongs to n. Okay. Another question. Prove that 1 × 2 plus 2 × 3 plus 3 × 4 plus etc. plus n × n + 1 equal to n × n + 1 × n + 2/3 for all n belongs to n. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട ഈ ഇക്വേഷനെ നമ്മൾ P of n എടുക്കാം.
proof. Let P of n 1 into 2 plus 2 into 3 plus 3 into 4 plus etc. plus n into n plus 1 equal to n into n plus 1 into n plus 2 by 3. Then നമുക്ക് P of 1 n 1 ആകുമ്പോൾ P of n ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. For n is equal to 1 P of 1 P of 1ൻ്റെ LHS എന്തായിരിക്കും? ഫസ്റ്റ് ടൈം മാത്രം എടുത്താൽ മതി. LHS ഈക്വൽ ടു ഇവിടുത്തെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 into 2 ഈക്വൽ ടു 2. ദെൻ RHS കിട്ടാനായിട്ട് ഇവിടുത്തെ RHSൽ n പകരം 1 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 1 into 1 plus 1 into 1 plus 2 by 3. That's equal to 1 into 1 plus 1 2 into 3 by 3. 3 3 cancel ആയിട്ട് 2. ദെൻ ഇപ്പോൾ LHS RHS സെയിം ആണ്. Therefore P of 1 is true. P of 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി n equal to k ആകുമ്പോൾ P of n ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. Assume that P of k is true. That is, assume that P of k എന്താണ്? n equal to k ആകുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? 1 into 2 plus 2 into 3 plus etc. plus k into k plus 1 ഈക്വൽ ടു RHSൽ k കൊടുത്താൽ മതി. എന്നിന് പകരം k കൊടുക്കുക. k into k plus 1 into k plus 2 by 3 is true. ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. ഇനി നമുക്ക് P of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. We have to prove that P of k plus 1 അങ്ങനെ വരും 1 into 2 plus 2 into 3 plus etc. plus നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ഈ P of kയുടെ LHS എഴുതി അതിനോട് ഒരു ടേമും കൂടെ കൂട്ടിച്ചേർത്ത് എഴുതുക. k into k plus 1 plus k plus 1 into k plus 1 plus 1 k plus 1 into k plus 1 plus 1 n into n plus 1 എന്നാണ് ലാസ്റ്റ് ടൈം വരുന്നത്. അപ്പോൾ P of k plus 1 k plus 1 into k plus 1 plus 1 ഈക്വൽ ടു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ എന്ത് കിട്ടണം? എൻ്റെ സ്ഥാനത്തെല്ലാം k plus 1 വരണം. അപ്പോൾ k plus 1 into k plus 1 plus 1 into k plus 1 plus 2 by 3 ഈസ് ട്രൂ. അപ്പോൾ ഇത് ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് we have to prove that. ഇപ്പോൾ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്തെഴുതാം. P of k plus 1 into 2 plus 2 into 3 plus etc. plus k into k plus 1 plus ഇവിടെ k plus 1 into k plus 1 plus 1 k plus 1 കൂടെ ഒന്നുകൂടെ കൂട്ടിയ k plus 2 k plus 1 into k plus 2 ഈക്വൽ ടു RHS നമുക്ക് എന്താ കിട്ടേണ്ടത്? k plus 1 into k plus 1 plus 1 k plus 2 into k plus 1 plus 2 ആകുമ്പോൾ k plus 3 by 3 ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് LHS തൊട്ടാണ്. LHS ഈക്വൽ ടു 1 into 2 plus 2 into 3 plus etc. plus k into k plus 1 plus k plus 1 into k plus 2 ഈക്വൽ ടു ഇതിൽ എത്രയും ടേംസ് നോക്കുക. ഇത് P of kയിലെ ടേംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സമ്മ് k into k plus 1 into k plus 2 by 3 ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ സമ്മ് കൊടുക്കാം. k into k plus 1 into k plus 2 by 3 plus k plus 1 into k plus 2 ദെൻ നേരത്തെ നമ്മൾ ചെയ്ത കണക്ക് തന്നെ ഡിനോമിനേറ്റർ സെയിം ആക്കുന്നു. അതായത് 3 കൊണ്ട് ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് k into k plus 1 into k plus 2 by 3 plus 3 into k plus 1 into k plus 2 by 3. നോക്കുക ഇവിടെ k plus 1 k plus 2
കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ഈ രണ്ട് ടേമിലും കോമൺ ആണ്. നമുക്ക് ബൈ 3യും. അപ്പോൾ അത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ബൈ 3 ഇൻറ്റു ഇവിടെ പിന്നെ കെ മാത്രമേ ഉള്ളൂ, കെ പ്ലസ് ഇവിടെ 3യും. ദാറ്റ്സ് ഈക്വൽ ടു കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ഇൻറ്റു കെ പ്ലസ് 3 ബൈ 3. ഇത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ആർ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് കിട്ടി. ദെർഫോർ പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ. അപ്പോൾ പി ഓഫ് വൺ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് കിട്ടി. ദെൻ ദെർഫോർ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ P of n is true for all n belongs to n. Proof complete. Okay.